നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശുക്രൻ മൂലം ഐശ്വര്യവുമായി 3 രാശിക്കാരാണ് വരാൻ പോകുന്നത്. ഏപ്രിൽ മാസം ഇവരുടെ തലവിധി തന്നെ മാറുകയാണ്. ഒരു വ്യക്തിയുടെ ജാതകത്തില് ശുക്രൻ തെളിഞ്ഞു കഴിഞ്ഞാൽ നേട്ടങ്ങൾ ഉണ്ടാവുന്നത് അനവധിയാണ്. ആ വ്യക്തിയിലേക്ക് വന്നെത്തുന്നത് വേദജ്യോതിഷ പ്രകാരം സ്നേഹം, സൗന്ദര്യം, സന്തോഷം, സമൃദ്ധി എന്നിവയെല്ലാമാണ്. അതിനാൽ തന്നെ ശുക്രനിൽ ഉണ്ടാകുന്ന നക്ഷത്രമാറ്റവും രാശിമാറ്റവും ഓരോ രാശിക്കാരിലും വ്യത്യസ്ത ഫലങ്ങളായിരിക്കും ഉണ്ടാക്കുന്നത്. നിലവില് വേദജ്യോതിഷ പ്രകാരം ഏപ്രിൽ 13 ഞായറാഴ്ച ശുക്രൻ മീനം രാശിയിലേക്ക് സംക്രമണം നടത്താൻ പോവുകയാണ്. രാവിലെ 11:31 ശുക്രൻ മീനം രാശിയിൽ നേരിട്ട് സംക്രമണം നടത്തുന്നതായിരിക്കും. ശുക്രന്റെ ഈ സംക്രമണം മൂലം 3 രാശിക്കാരിലാണ് ഐശ്വര്യം വന്നു ചേരുന്നത്. അവരാരൊക്കെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഈ 3 രാശികളില് 9 നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത്. അതിനു മുമ്പായി പ്രത്യേകമായിട്ടൊരു കാര്യം പറയുകയാണ്. നമ്മളുടെ പൂജയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജനനസമയം, തീയതി എന്നിവ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പൂജയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളുടെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യമായിട്ട് ഫലത്തിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഈ ഭാഗ്യം ഉണ്ടായിരിക്കുന്നത് പുണർദം അവസാന കാൽഭാഗവും പൂയവും ആയില്യവും അടങ്ങിയിരിക്കുന്ന കർക്കടകം രാശിക്കാർക്കാണ്. ശുക്രന്റെ നേരിട്ടുള്ള സംക്രമണത്തില് കർക്കടകം രാശിക്കാർക്ക് അനവധി നേട്ടങ്ങളാണ് ഉണ്ടാവുന്നത്. ബിസിനസ്സില് വളർച്ച അനുഭവപ്പെടുന്നതായിരിക്കും. പണവും സമ്പത്തും വർദ്ധിക്കുവാനുള്ള യോഗമെല്ലാം ഈ രാശിക്കാർക്ക് ഉണ്ടാവുന്നതാണ്. കർക്കിടകം രാശിയിൽ ജനിച്ചവർക്ക് ജോലി സ്ഥലത്ത് പുരോഗതിയൊക്കെ ഉണ്ടാവുന്നതാണ്. ജീവിതത്തിൽ നേട്ടങ്ങൾ അനവധി സ്വന്തമാക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. കുടുംബത്തിൽ മംഗളകരമായിട്ടുള്ള പല കാര്യങ്ങളും നടക്കുകയാണ്. പല മേഖലകളിലും ആഗ്രഹിച്ച രീതിയിൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ആത്മീയമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ നിങ്ങൾക്ക് താല്പര്യം വർദ്ധിക്കുന്നതാണ്. അധ്യാപകരിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നുമെല്ലാം ജീവിതത്തിൽ ഉപകാരപ്പെട്ട വിധത്തിലുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് വളരാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ലക്ഷ്യം കൈവരിക്കാനും നിങ്ങൾക്ക് യോഗമുണ്ടാവുന്നുണ്ട്. ഭൂമി, വാഹനം എന്നിവയിൽ നിന്നെല്ലാം നിങ്ങൾക്ക് നേട്ടമുണ്ടാവുന്നുണ്ട്. ജീവിതത്തിലെ സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ടാവുന്നതാണ്. ഇതെല്ലാം നിങ്ങൾക്ക് വന്നെത്തുവാനായിട്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകേണ്ടതാണ്. അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് ചിത്തിര അവസാന അരഭാഗവും ചോതിയും വിശാഖം ആദ്യ മുക്കാൽ ഭാഗവും അടങ്ങുന്ന തുലാം രാശിക്കാർക്കാണ്. ശുക്രന്റെ നേരിട്ടുള്ള സംക്രമണം തുലാം രാശിക്കാരിൽ നേട്ടങ്ങൾ അനവധിയാണ് നൽകുന്നത്. ഈ സമയത്ത് ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ അനുഭവിക്കാൻ ഈ രാശിക്കാർക്ക് യോഗമുണ്ടാവുന്നതാണ്. സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത വളരെയാണ് നിങ്ങളിൽ വർദ്ധിക്കുന്നത്. താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള നേട്ടങ്ങൾ ഉണ്ടാവുന്നതാണ്. സമൂഹത്തിൽ ബഹുമാനവും പ്രശസ്തിയും എല്ലാം നിങ്ങൾക്ക് ഗണ്യമായിട്ട് വർദ്ധിക്കുന്നതാണ്. തുലാം രാശിയിൽ ജനിച്ച ആളുകൾ വിദേശ വിദ്യാഭ്യാസത്തിനും വിദേശത്ത് ജോലി ലഭിക്കാനും ഒക്കെ ഈ സമയത്ത് യോഗമുണ്ടാവുന്നതാണ്. നിങ്ങളുടെ ഭവനത്തിൽ സന്തോഷവും സമാധാനവും എല്ലാം വന്നു ചേരുന്നതാണ്. പുതിയ ബന്ധുത്വമൊക്കെ സൃഷ്ടിക്കപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. എല്ലാ മേഖലയിലും നിങ്ങൾ വിജയം കൈവരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ബന്ധുക്കളുമൊക്കെ ആയിട്ട് നിലനിന്നിരുന്ന നീണ്ട തർക്കങ്ങളിൽ പലതും അത് ഇല്ലാതെയാവുന്നതാണ്. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോകണം. സർവേശ്വരനെ പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകുക. അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് അവിട്ടം അവസാന അരഭാഗവും ചതയവും പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗവും അടങ്ങുന്ന കുംഭം രാശിക്കാർക്കാണ്. കുംഭൻ രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് നേരിട്ടുള്ള സംക്രമണത്തില് ആത്മീയ വിഷയങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്നുണ്ട്. വീട്ടില് സന്തോഷം നൽകുന്ന പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. ശുഭകരമായ വാർത്തകൾ കേൾക്കുവാൻ യോഗമുണ്ടായിരിക്കുന്നതാണ്. സഹപ്രവർത്തകരുടെ പൂർണ്ണ പിന്തുണയോടെ അനവധി കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. ജോലിയിൽ വിജയം കൈവരിക്കാനൊക്കെ സാധിക്കുന്നതാണ്. ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നുണ്ട്. എന്നിരുന്നാലും അവിട്ടം നക്ഷത്രക്കാര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സാമ്പത്തിക കാര്യങ്ങൾ ഏപ്രിൽ മാസം ആദ്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഏപ്രിൽ 16 മുതൽ സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചപ്പെടുന്നതാണ്. ജോലിയിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ഒക്കെ ലഭിക്കുവാൻ ഈ രാശിക്കാർക്ക് ഭാഗ്യമുണ്ടായിരിക്കുന്നതാണ്. ശുക്രന്റെ നേരിട്ടുള്ള സംക്രമണത്തിൽ എല്ലാ മേഖലയിലും നിങ്ങൾ വിജയം കൈവരിക്കുന്നുണ്ട്. പ്രണയ ജീവിതത്തിലൊക്കെ വിജയം കൈവരിക്കുന്ന ഒരു സമയം കൂടിയാണ്. മേൽപ്പറഞ്ഞ 3 രാശികളിൽ ഏതെങ്കിലും ഒന്നിലാണ് നിങ്ങളുടെ ജനനമെങ്കിൽ ഏപ്രിൽ 13 ശുക്രൻ മീനത്തിലെത്തുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സുവർണ കാലഘട്ടം തന്നെ ആരംഭിക്കുകയാണ്.
ഈ നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.